എല്ലാവർക്കും സുസ്വാഗതം. ചിരി വൈകിപ്പോയി, നല്ല ട്രാഫിക്കിലെല്ലാം കഴിഞ്ഞ് ഓടിപ്പിടച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. ഈ കിടക്കുന്ന കളങ്ങളിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ കളങ്ങളിലേക്കല്ല, ഈ കളങ്ങളിൽ ഓരോ അക്ഷരങ്ങളിലും ഓരോ ഗെയിമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നേരെ കോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. യു ബി എൽ ബിസിനസ് സബ്മിറ്റ് സീസൺ 3 നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് ചാപ്റ്റർ 3 നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് നമ്മുടെ 29-ാം തീയതിയാണ്. അതായത് ഇനി ഇപ്പോൾ അത്രയും ദിവസമുള്ളൂ. 6:30 സ്റ്റാർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൻ്റെ നമ്പർ, ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കാണിക്കാം, ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടറാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. സൗജന്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ടാൽറോപ്പ് പ്രസൻസ് ആണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ടാൽറോപ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 29-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. ഇത് 3ാമത്തെ തവണയാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി നേരത്തെ പോയ ആൾക്കാരിൽ പല ആൾക്കാരും വീണ്ടും പോകാൻ വേണ്ടിയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കളങ്ങളിലേക്ക് പോവാം. കളങ്ങളിൽ ഇന്നത്തെ ദിവസത്തെ ഒരു സിനിമാ ടിക്കറ്റ് കൂടി സമ്മാനമായിട്ട് തരാമെന്ന് വിചാരിക്കുന്നു. സിനിമാ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഗാലറിയിൽ പോയി സിനിമ കാണാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് ഇട്ടത്. അത് ഞാൻ ഇന്ന് നെറുക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്ന ആളുകൾ അല്ല, ഇന്ന് കോൾ ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഞാനൊരു കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് തരുന്നുണ്ടാവും. വൺസ് അപ്പോൺ എ ടൈം അറ്റ് കൊച്ചി എന്നുള്ള സിനിമ കാണാനുള്ള നാദിർഷ സംവിധാനം ചെയ്തിരിക്കുന്ന 2 കോളേഴ്സിനായിരിക്കും, അതായത് കണക്ട് ചെയ്യുന്ന 2 കോളേഴ്സിനായിരിക്കും ടിക്കറ്റ് സമ്മാനമായിട്ട്. അത് ഓരോ ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് വരിക കേട്ടോ. കപ്പിൾ ഇൻവൈറ്റ് അല്ല, ഓരോ ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് വരിക. 2 ടിക്കറ്റ് വെച്ചാണ്. ഗ്രേറ്റ്. അപ്പം ഞാൻ വിചാരിച്ച ഒരു ടിക്കറ്റാണെന്ന്. അങ്ങനെയല്ല, ഈ വിളിക്കുന്നതിൽ നിന്നും 2 കോളേഴ്സിനായിരിക്കും സമ്മാനം കിട്ടുന്നുണ്ടാവുക. അതായത് ടോട്ടൽ 4 ടിക്കറ്റ്സ് ആയിരിക്കും കിട്ടുക. 2 ടിക്കറ്റ്സ് ഒരു കോളറിന്, അടുത്ത ഒരു കോളറിന് 2 ടിക്കറ്റ്സ്, അങ്ങനെ 2 കോളേഴ്സിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അത് വിളിച്ച് കിട്ടുന്ന ആളിനെ ആയിരിക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുന്നുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ വിളിച്ച് പേര് പറഞ്ഞാൽ മതി. ഈ മെയ് മാസം 31-ാം തീയതിയാണ് സിനിമ റിലീസ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നാദിർഷ പുള്ളിയുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഷൈൻ ടോം ചാക്കോ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അർജുൻ അശോക് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി നാദിർഷയുടെ 1, 2, 3, 4ാമത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഗംഭീരമാവട്ടെ. അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് പോട്ടെ. 4ാമത്തെ സിനിമയാണിത്. അപ്പോൾ നമ്മുടെ റാഫി ഏതാ മനസ്സിലായില്ല, കേട്ടില്ല. റാഫി മെക്കാട്ടിലിൻ്റെ റാഫിയുടെ മകൻ ഇതിനകത്ത് നമ്മുടെ റാഫി മെക്കാട്ടിൻ കേട്ടില്ല. ഇതിനകത്ത് റാഫിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ, ഈ നമ്മുടെ പഞ്ചാബി ഹൗസ് ഒക്കെ എഴുതിയ ടീമാണ് റാഫി മെക്കാട്ടിൻ. അതിനകത്തുള്ള റാഫിക്ക മാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു മേനോന്റെ അച്ഛനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബിജു മേനോന്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് മാസ്റ്ററിൽ ആ നായികയുടെ അച്ഛനായിട്ട് പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. റിംഗ് മാസ്റ്ററിൽ അഭിനയിച്ച, പക്ഷെ അതിലല്ല, നമ്മുടെ ഗാനഗന്ധർവൻ സിനിമയിലെ ആ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല, ആളെ ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ ഡയറക്ടറായിട്ട് തന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം അറ്റ് കൊച്ചി എന്നുള്ള സിനിമ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് 2 പേർക്ക്, വിളിച്ച് കിട്ടുന്ന 2 പേർക്ക്, വിളിച്ച് നിങ്ങൾ പേര് പറയുമ്പോൾ അവിടുന്ന് നമ്പർ എഴുതിയെടുക്കും. ആ നമ്പർ എഴുതിയെടുക്കുന്നതിൽ നിന്ന് 2 പേർക്കായിരിക്കും നമ്മൾ ഇന്ന് ഈ ടിക്കറ്റ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ക്രോക്കഡൈൽ പാർക്കിന്റെ സമ്മാനം അത് വേറെ തന്നെ ഉണ്ട്. അതും നറുക്കിട്ടെടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അത് വിൻ ചെയ്ത ആളിന് മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ഒരു പ്രാവശ്യം പോകേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പോകണം, എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എഗെയിൻ പോകണം. എന്നാലും അപ്പോൾ മുതലക്കുഞ്ഞുങ്ങൾ കുറേ കൂടും. കുറേ എണ്ണത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അന്ന് ആദ്യം പോയപ്പോൾ കണ്ട ചെറിയ മുതൽ അതേ വലിയതായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക. 0423824991 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ കോൾ അവിടെ നിന്ന് എടുത്ത് നിങ്ങളുടെ നമ്പർ എഴുതി വെക്കുക. നമ്പർ എഴുതി വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ചോദിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഈ സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. UBL ബിസിനസ് സബ്മിറ്റ് നടക്കുന്നത്, ചാപ്റ്റർ 3 നടക്കുന്നത് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 29-ാം തീയതിയാണ് അത് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അറിയാം. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് അതിൻ്റെ പുറത്തുണ്ടെങ്കിൽ നാളെ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾ ചെയ്യാം.
ഈ നമ്മുടെ ചാനൽ താഴെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അതിൻ്റെ സ്ക്രോൾ പോകുന്നില്ല, അതിനകത്തൊരു QR കോഡ് ഉണ്ട്. അത് മൊബൈലിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വളരെ ഈസി രജിസ്ട്രേഷനാണ്. പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വരാണ്ടിരിക്കരുത്. രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ രജിസ്ട്രേഷൻ ആണ് എന്ന് വിചാരിച്ച് വരാതിരിക്കരുത്. കാരണം നിങ്ങൾ വേറൊരാളുടെ സീറ്റാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് ഓർക്കണം. കാരണം നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും രജിസ്റ്റർ ചെയ്യരുത്. പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ചെയർ അവിടെ റെഡി ആയിരിക്കും. അതേസമയം ആ ചെയർ വീണ്ടും വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീണ്ടും വേറൊരാൾ വന്ന് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് ഇത് ഫിനിഷായി അല്ലെ കഴിഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് തന്നെ വരും എന്ന് ഉറപ്പുള്ളവർ മാത്രം സ്കാൻ ചെയ്തിട്ട് അതിനകത്തേക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് കോളർ. ഹലോ, ഹായ്, നമസ്കാരം. ആരാണ്? എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല കോള്, എത്തുമായിരിക്കും. ഹലോ, വന്നില്ല, വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാമല്ലോ ആരാ വരുന്നത് നോക്കട്ടെ. ഹലോ, വൺസ് അപ്പോൺ എ ടൈം അറ്റ് കൊച്ചി. ഇതിനോടകം തന്നെ ആ സിനിമയുടെ പാട്ടുകളൊക്കെ ഹിറ്റായി കഴിഞ്ഞു കേട്ടോ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആ, ശശിയേട്ടനാ? അതെ. ആ, സിനിമ ടിക്കറ്റോ ക്രോക്കഡൈൽ പാർക്കോ എന്തെങ്കിലും കിട്ടണ്ടേ അല്ലേ? കിട്ടണല്ലോ. നോക്കട്ടെ. അപ്പൊ ഏതാ അക്ഷരം? ഓപ്ഷൻ എ. ലെറ്റ്സ് ഓപ്പൺ എ. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. ഞാൻ താടിയൊക്കെ പഠിച്ചപ്പോ വേറെ ലുക്കായി. എന്താണ് ചുള്ളനായിന്? സിനിമാന്തരം പോലെ ഉണ്ട്. അതാണല്ലോ. മലയാളം മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ റെഡി. ടൈം സ്റ്റാർട്ട് നൗ. ഇത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് എനിക്കറിയാം, എന്നാൽ പോലും ഞാൻ സംസാരിക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. നിങ്ങൾ ഏത് ടൈപ്പ് സിനിമയാണ് പൊതുവെ കാണാറ് ശശിയേട്ടാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കാണും. എല്ലാം കാണും. അവിടെ ചേച്ചി ഉണ്ടോ അതോ TV ഓൺ ആണോ? എന്താണ് സൗണ്ട് കേൾക്കുന്നത്? അവിടെ ഗസ്റ്റ് വല്ലതും വന്നിട്ടുണ്ടോ? അതകത്തുന്ന വേറെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ചേച്ചി വേറെ ഫോണിൽ സംസാരിക്കാണോ? ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. ഏതാ? ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. അല്ല, പക്ഷെ വേറെ ആരോ ഗസ്റ്റ് ഉണ്ടോ അതോ ചേച്ചി സംസാരിക്കുന്നുണ്ടോ? എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ ആരോ സംസാരിക്കുന്നത്. അതെന്താ സംഭവം? അത് വെറുതെ ഇങ്ങനെ സംസാരിക്കുക. നിങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിക്കുക. ആരടുത്ത്? ആരടുത്ത്? എന്റെ അടുത്ത്. നിങ്ങളടുത്ത്? നിങ്ങൾ നമ്മളടുത്ത് സംസാരിക്കല്ലേ? അല്ല, അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ച ഉത്തരം പറയില്ല. എങ്ങനത്തെ സിനിമ പൊതുവെ കാണാൻ ഇഷ്ടം? കോമഡി ആണോ അതോ അടിയാണോ? ഈ ക്രൈം ത്രില്ലർ പോലത്തെ സംഭവമാണോ? എങ്ങനത്തെ സിനിമയാ? തമാശ തമാശ തമാശ. ഓൺലി തമാശ, വേറെ ഒന്നും കാണൂല? ആകാശദൂത് കണ്ടിരുന്ന? ആകാശദൂത് സിനിമ കണ്ടിരുന്ന? അവിടുന്ന് സൗണ്ട് കേൾക്കാം, ആരോ പറയുന്നുണ്ട്. TV ഓൺ ആണോ? ഇല്ല. ആരാ? അപ്പൊ വീട്ടില് വേറെ ആളുണ്ടോ? ചേച്ചി നിങ്ങളല്ലാണ്ട് വേറെ ആരാ വീട്ടിലുള്ള? ഉണ്ട്, അകത്താണ്. ആരാന്ന്? നമ്മളെ സ്നേഹിതനാ. എന്താ വന്ന? വെറുതെ വന്ന? ഭക്ഷണം കഴിച്ചാ? കഴിച്ചു. എല്ലാരും കഴിച്ച്? ഇന്ന് ആരാ സ്പെഷ്യൽ ഉണ്ടാക്കിയ? ശശീന്ദ്രൻ സ്പെഷ്യൽ ആണോ അതോ സുമംഗലി സ്പെഷ്യലോ? സുമംഗലി സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിയേ? നിങ്ങൾ പൊതുവെ ഇങ്ങനെ രാത്രി ചോറ് തിന്നുന്ന ടൈപ്പാണോ അതോ? ഇല്ല. പിന്നെ കോഴി ഇന്ന് പുറത്തുനിന്ന് മേടിച്ചെന്ന് തോന്നുന്നല്ലോ മൊത്തത്തിൽ കേട്ടിട്ട്. ഇല്ല. എന്നാലും ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കും മാക്സിമം? അതെ, വീട്ടിൽ തന്നെ. അപ്പൊ ഈ പുറത്തു പോകുന്ന സമയത്തോ? പുറത്തുനിന്ന് കഴിക്കും. പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ കഴിക്കുക പൊതുവെ? കോഴി വാടൊക്കെ തന്നെ. അല്ല, വേറെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ചൈനീസ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതും കഴിക്കാറുണ്ട്. ചൈനീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്? ഇറ്റാലിയൻ ഒക്കെ? വേറെ ടൈപ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ട്? ഈ UAE-യും ഇന്ത്യയും അല്ലാണ്ട് വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഇല്ല, വേറെ എവിടെയും പോയിട്ടില്ല. വേറെ എത്ര സ്ഥലങ്ങൾ കിടക്കുന്നു, എവിടെയും പോയിട്ടില്ല ടൂറ്? എവിടെയും പോയില്ല. അതെന്താ പോവാത്തെ? പോണമെന്നല്ല, ഇതൊക്കെ പെട്ടെന്ന് പോണ്ടേ? നേരത്തെ പോണ്ടേ? എപ്പോഴേ പോണായിരുന്നു? അടുത്ത പോക്ക് ഒരു ജോർജിയൊക്കെ വെച്ച് പിടിക്കും. നിങ്ങളും കൂടി പറഞ്ഞല്ലേ, ഏതായാലും പോയി കളയാ. പോയി കളയാ. എപ്പോഴത്തേക്കാ പ്ലാന്? നോക്കട്ടെ. ഓക്കെ, ജയിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ശരി എന്നാ. ശരി, താങ്ക് യു. ഒന്നും വേണ്ട, എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം ഒന്നാമത് മലയാളത്തിൽ പറഞ്ഞിട്ട് ചില ആളുകളെ തോപ്പിക്കാൻ വലിയ പാടാ. ഹലോ, ആരാ? പേര് പറ. എന്ത്? ഭാവനി. ഭാവനി എന്താ ചെയ്യുന്നേ? സ്കൂളിൽ പഠിക്കുന്നു. എന്താന്ന്? സ്കൂളിൽ പഠിക്കുന്നു. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര്
വിമൽ വിമലിന് ഫോൺ കൊടുക്കൂ. തുമ്പിയെ കൊണ്ട് കാരണം നേരത്തെ വിളിച്ചിട്ട് മറ്റേതില് മോന് കിട്ടി. മോള് സംസാരിക്കാത്തതിന്റെ സങ്കടത്തിലാ. അതിന്റെ വിഷമാണ്. രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ? അത് വേണം, ഒരുമിച്ച് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പം ഭാര്യ വിളിച്ചില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം വേറെ ഉണ്ടാവോ? സ്വാഭാവികമല്ലേ. ഒരക്ഷരം പറഞ്ഞേ നോക്കട്ടെ, നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നുണ്ടോ നോക്ക. അക്ഷരം പറ. ഡി. ഡി. ദുബായിയുടെ ഡി. അപ്പൊ ദുബായിയുടെ ഡി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ. കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ കഥ പറഞ്ഞു തരും. അത് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിക്കണം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരു അച്ഛനും 2 മക്കളും. ഓക്കെ, ഈ അച്ഛൻ യഥാർത്ഥത്തിൽ ഇവരുടെ അച്ഛനാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണേൽ പറയാം. പക്ഷെ സ്നേഹം കൊണ്ട് അച്ഛനെ പോലെ തന്നെ കൊണ്ടു നടക്കുന്നു. ഇവര് ഒരു കാലഘട്ടം വരെ ഇവര് കള്ളന്മാരായിരുന്നു. അതാണ് പെട്ടെന്ന് ജയിച്ചു പൊക്കോട്ടെ വിചാരിച്ചു. അപ്പൊ എന്തായാലും സന്തോഷം. അങ്ങനെ ജയിക്കുന്ന 2ാമത്തെ ആളായി മാറിയിരിക്കുന്നു. ഇന്നെല്ലാരും ജയിക്കാൻ വേണ്ടിയുള്ള ദിവസമാണ്. ജയിക്കാനായി വിളിക്കുവിൻ. ഇന്ന് ജയം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ആദ്യം തന്നെ ഞാൻ പറയാം, ഇന്ന് വിളിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ മാക്സിമം ടഫ് കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും മാക്സിമം നിങ്ങളെ ഉപദ്രവിക്കാതെയും നിങ്ങളെ ജയിക്കാനായിട്ട് ഇന്ന് ഞാൻ അവസരം ഒരുക്കും. പക്ഷേ ചില സമയങ്ങളിൽ ചില കോളേഴ്സിന് മാത്രം ഞാൻ അങ്ങനെ ഭയങ്കര ഈസി ആക്കി കൊടുക്കൂല. എന്നാലും ഒരു പരിധിവരെ ഞാൻ ആൾക്കാരെ ജയിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അതിനുള്ള ദിവസമാണ്. നിങ്ങൾ ഇതുവരെ കളിക്കളത്തിൽ ജയിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ജയിക്കാൻ പറ്റുമോ നോക്കി. ഇന്ന് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇപ്പം അടുത്തൊന്നും ജയിക്കാൻ പറ്റില്ല. കാരണം നാളെയൊക്കെ നല്ല ടഫ് ഗെയിം ആയിരിക്കും. 04238249 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഈ വിളിച്ചിരിക്കുന്ന 2 ആളുണ്ടല്ലോ, ഈ ജയിച്ചിരിക്കുന്ന 2 ആൾ, അവർ ജയിച്ചാലും തോറ്റാലും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാർ ജയിച്ചാലും തോറ്റാലും നിങ്ങളുടെ പേര് ലക്കി ഡ്രോയിലേക്ക് പോവുകയും ഈ തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് വൺസ് അപ്പോൺ എ ടൈം അറ്റ് കൊച്ചി എന്നുള്ള സിനിമ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് ടിക്കറ്റും സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. അതിലൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വിളിക്കേണ്ടത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. ഞാൻ അറ്റാണോ പറഞ്ഞത്? അറ്റല്ല ഇന്നാണ് കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം അറ്റ് കൊച്ചി അല്ലേ കറക്റ്റ്? അതെന്താ പിന്നെ ഇന്ന് വന്നത്? എനിക്കത് മനസ്സിലായില്ല അതിൻ്റെ പേരിൽ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കണ്ടോ? ഇപ്പം കറക്റ്റായി. ഇല്ലെങ്കിൽ ഞാൻ തെറ്റിച്ച് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. ജയിക്കണം എന്നില്ല കേട്ടോ. ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുക. സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ തരുന്നത് ക്രോക്കഡൈൽ പാർക്ക് ദുബായ് കാണാൻ പോകാനുള്ള ടിക്കറ്റ് ആയിരിക്കും. കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ഏകദേശം 95 ദറംസോളാണ് ഒരാളുടെ ടിക്കറ്റിന് ചാർജ് കേട്ടോ. കുട്ടികൾക്ക് കുറവായതുകൊണ്ടാണ് വലിയ ആൾക്കാർക്കുള്ള ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ടിക്കറ്റ് അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പോയി കാണുന്ന സമയത്ത് അത് അവിടെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ആൻഡ് സെക്കൻഡ് പ്രൈസ്, അല്ലെങ്കിൽ സെക്കൻഡ് അല്ല, വേറൊരു സമ്മാനം എന്ന് പറയുന്നത് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 ദറംസിന്റെ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ സിനിമ എന്നുള്ളത് മറക്കണ്ട. ഈ കിടക്കുന്ന നമ്പറിൽ പറഞ്ഞിട്ട് ഒരു നമ്പറിൽ ജയിക്കുക എന്ന് പറയുന്നത് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇന്ന്. അത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമ നമുക്ക് ഗംഭീരമായിട്ട് ഹയാത്തിലാണ്, അറിയാലോ, ഹയാത്തിനകത്താണ് ഈ സ്റ്റാർ ഗലേറിയ സ്ഥിതി ചെയ്യുന്നത്. ഹയാത്തിൽ പോയൊരു സിനിമ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് നിങ്ങൾക്ക് അവിടെ ഫ്രീ പാർക്കിംഗ് അവിടെ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ പാർക്കിങ്ങിന് ഒരുപാട് ആൾക്കാർക്ക് അവിടെ പോകുന്ന സമയത്ത് പാർക്കിംഗ് എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഹയാത്തിലേക്ക് ഇങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പേ പാർക്കിങ്ങിൻ്റെ വലിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനകത്തേക്ക് കയറ്റിയിട്ടിട്ട് അകത്തുനിന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ ടിക്കറ്റിൽ ഒരു സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, 04238249 എന്നുള്ള നമ്പറിൽ കൊടുക്കാൻ 2 അക്ഷരങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, A and D. അടുത്ത ആളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ആരാ? ഇത് നീതു ആയിരുന്നേ. നീതു, എന്തോ വിശേഷം? സുഖല്ലേ? സുഖം. ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോ. കുറച്ച് നോക്കുവോ? വെച്ചോ? യെസ് നീതു. നീതുവിന് ഇഷ്ടമുള്ള അക്ഷരം പറയൂ. ഹലോ. നീതുവിന് ഇഷ്ടമുള്ള അക്ഷരം പറഞ്ഞോളൂ. അക്ഷരോ? എയും ഡിയും ഇല്ലാത്ത അക്ഷരം. എയും ഡിയും ഇല്ലാത്ത അക്ഷരം. അതെ. ഓക്കെ,
ഇംഗ്ലീഷ് ലെറ്റർ പറയുന്നത്. അതെ, ABCDEFGH അങ്ങനെ P വരെ ഉള്ളൂ. ആ എയും ഡിയും ഓൾറെഡി ആൾക്കാർ എടുത്തോണ്ട് പോയി. ഓക്കെ. പി പി ആ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള പി എടുത്തിരിക്കുകയാണ്. നീതു ആക്കാപ്പ എന്നുള്ളതാണ്. ആ ആക്കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിലുള്ള അക്ഷരം നീതുവിന് തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിൽ അവസാനം ആദ്യം വരാൻ പാടില്ല. ഇപ്പൊ കാ ആണെങ്കിൽ കാക്ക കുക്കു കിർക്കം ക ഇക്ക വരാൻ പാടില്ല. പായാണെങ്കിൽ പാപ്പാ പുപ്പ ഇപ്പ വരാൻ പാടില്ല. ആ ആണെങ്കിൽ ആ അം വരാൻ പാടില്ല. ഏതക്ഷരം എടുക്കും? ക. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ അങ്ങനെ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നീതു ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ഇത് അക്ഷരം വരാൻ പാടില്ലല്ലേ? അക്ഷരം വരാൻ പാടില്ല. ക എന്ന അക്ഷരം വരാനേ പാടില്ല. വരാൻ പാടില്ല. അതെ, ഫോൺ ഒന്ന് ചേർത്ത് വെച്ചിട്ട് സംസാരിച്ചു. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്തു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, പറയൂ, ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ആരാ പാട്ട് പാടുന്ന അവിടെ? ആരാ പാട്ട് പാടുന്നേ? ആരോ പാടുന്നത് കേക്കാം. എന്തോ സൗണ്ട്. ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുകയാണോ ഫോണ്? അല്ല, ലൗഡ് സ്പീക്കർ പോലെയോ എന്തോ സൗണ്ട് കേൾക്കാം എനിക്ക്, പാട്ട് പാടുന്ന പോലെ. അവിടെ ഒന്നും സൗണ്ട് ഇല്ല, പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ആണോ? ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ടോ? ഏതാ? ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അത് കാണുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. ലൗഡ് സ്പീക്കർ അല്ല, കൺഫേം ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത് നീതു? വീട്ടിലെന്താ ജോലി? അല്ല, വർക്ക് ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്യുന്നില്ലേ? ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എത്ര മക്കളാ? 2. ഭയങ്കര ആലോചനയാണല്ലോ ഇത്. എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും അല്ലേ? അത് വേണം, അത് മസ്റ്റായിട്ട് വേണം. മക്കളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നേ? എനിക്ക് കേക്കാം കേട്ടോ. ആരോ പാട്ട് പാടുന്നുണ്ടോ അവിടെ? ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു. അല്ല, പിന്നെ ആരാ പാടുന്നേ? ഞാനാ പാട്ട് പാടുന്നതോ? അതെ. ഓ, ഈ മക്കൾ എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നേ? മോള് 5. 5 ഏത് സ്കൂളില്? DPS. ഇത് ശരിക്കും നാട്ടില് പണ്ട് കോൾ ചെയ്യുന്ന പോലെ ഉണ്ട്. ഒന്നും കേൾക്കുന്നില്ല എനിക്ക്. കൊറേ സമയം എടുത്ത ആൻസർ ചെയ്യുന്നേ. എന്ത് പറ്റിയത് അങ്ങനെ? എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണ്. ശരി നീതു, എന്തായാലും ജയിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോ അങ്ങനെ 3ാമത്തെ ആളും ജയിച്ചിട്ടുണ്ട്. ജയിക്കുന്ന ദിവസമാണ്, പക്ഷെ എന്നാലും കുറച്ച് മത്സരത്തിനോട് നമ്മൾ നീതി പുലർത്തണം അല്ലെ? ഹലോ, ആരാ? ഹർഷ. മോളെ, അക്ഷരം ഏതാ? ഏതാ അക്ഷരം? എച്ച് എന്ന അക്ഷരം എടുത്തിരിക്കുന്നു. നീതു അല്ല, ഹർഷക്ക് കഥാപാത്രവും സിനിമയും വലിയ ടഫുള്ള ഗെയിമാണ് ഹർഷയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ടഫുള്ളതല്ല. പൊതുവെ എല്ലാവർക്കും ഈസിയാണ്, പക്ഷെ മോക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ ഈസി ആയിട്ടുള്ളത് ചോദിക്കാം. ഓക്കെ, ഇതാ ചോദ്യം. നമുക്ക് ആവശ്യം 1000 രൂപയാണ്. നമ്മളെ കയ്യിൽ വിൽക്കാനുള്ളത് ഒരു ചക്കയാണ്. അപ്പൊ നമ്മൾ ചക്കക്ക് 1000 രൂപ കിട്ടുമോ? പിന്നെ നമുക്ക് ആവശ്യം 1000 രൂപയാണ്. നമ്മളെ കയ്യിൽ വിൽക്കാനുള്ളത് ഒരു ചക്കയാണ് എന്ന് വെച്ചിട്ട് ചക്കക്ക് 1000 രൂപ കിട്ടുമോ? സലീം കുമാറാണോ? സലീം കുമാർ ആണോ? ആ, സിനിമ പറ. സിനിമ പറയൂ. സിനിമയുടെ പേര്? ടൈമർ അവൻ ഇട്ടത് പോലുമില്ല. എന്താലോചിക്കാറുണ്ട്. ടൈമർ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. മീശമാധവൻ. ഓക്കെ, എന്തായാലും സന്തോഷം മോളെ. 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞാണ് കേട്ടോ.
ഓക്കെ, എന്തായാലും സന്തോഷം. ഈ ഹാർമോണിയെ പറ്റിക്ക് അല്ല എന്താ പ്രതീക്ഷിക്കണേ എന്ന് ചോദിക്കുന്ന ആ സീനുള്ള സമയത്ത് പറയുന്നത്, ഹൈ എന്താ പറയാ 1000 രൂപ ചക്കക്ക് 1000 രൂപ കിട്ടുമോ എന്ന് ചോദിക്കുന്നത് മോഹൻലാൽ പറയുന്നത്. ഹലോ, അടുത്ത ആളാ. ഹലോ ഹലോ, സംസാരിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇപ്പൊ ഇന്ന് വിളിച്ച 4 പേരിൽ ഒരാൾ മാത്രമാണ് തോറ്റിരിക്കുന്നത്. പക്ഷെ തോറ്റ ആളിനും സിനിമാ ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സിനിമാ ടിക്കറ്റ് ആർക്ക് വേണേലും കിട്ടാം. വിളിക്കുന്ന ആളുകളുടെ പേര് മുഴുവൻ ലക്കി ഡ്രോയിലേക്ക് പോകുന്നതാണ് സിനിമാ ടിക്കറ്റ് കൊടുക്കുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമേൻ്റെ സിനിമാ ടിക്കറ്റ് ആയിരിക്കും, കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. ആൻഡ് മറക്കണ്ട, നിങ്ങളൊരു പുതിയ സംരംഭകനാവാൻ പോകുന്ന ഒരാളാണ്, നിങ്ങളൊരു പുതിയ സ്ഥാപനം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ താഴെ കാണുന്ന ഈ ഒരു QR കോഡ് വരുന്ന സമയത്ത് സ്കാൻ ചെയ്യുക. ആ QR കോഡിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ പോയി QR കോഡ് എടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സൗജന്യമാണ് എന്ന് വിചാരിച്ച് പോയി സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിടരുത്, ഒരാളുടെ സീറ്റ് നഷ്ടപ്പെടുത്തും. ഹലോ ഹലോ, ആരാ? ഷഹാന. ഷഹാന. എത്രാം ക്ലാസ്സിൽ പഠിക്കുക? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏതാക്ഷരം? എൻ. എൻ. ഓക്കെ, എൻ എന്ന അക്ഷരം എടുക്കുന്നു. മോളെ ആരെങ്കിലും ഉണ്ടോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ? എന്റെ അച്ഛനുണ്ട്. അച്ഛനുണ്ട്. അച്ഛന്റെ പേരെന്താ? ഷാനവാസ്. ഷാനവാസ്. ഓക്കെ, ഷാനവാസ് ഉണ്ട്. കുസൃതി ചോദ്യമാണ് കേട്ടോ. ഓക്കെ. കുസൃതി ചോദ്യം. അങ്കിൾ നേരത്തെ ചോദിച്ച ചോദ്യം ഏതെങ്കിലും ചോദിക്കാം, കാരണം ജയിക്കാണ്, എല്ലാവരും ഇന്ന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, സിമ്പിൾ ചോദിക്കേ. ചോദിക്കട്ടെ? ഉപ്പായുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ. ഉണ്ടോ? അടുത്തുണ്ടോ? ചോദിക്കട്ടെ? ശരി. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്ത മക്കൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ഒരു തെറ്റും ചെയ്യാതെ തെറ്റു ചെയ്ത മകൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എൻ്റെ താടിയൊക്കെ പോയപ്പോൾ പല ആൾക്കാരും ഞാനല്ല വിചാരിക്കണ്ടാവും, ഞാൻ തന്നെ കേട്ടോ. ഇന്നലെ ചാക്യാരുണ്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ച വരെ ഇതിങ്ങനെയാണ്. അടുത്ത ആഴ്ചയും ചാക്യാരുണ്ട്. നമുക്കൊരു ദിവസം ചാക്യാരായിട്ട് ഇവിടെ വരണം അല്ലേ? UBL നമ്മളെ കളിക്കളത്തിൽ ഒരു ദിവസം ചാക്യാർ വന്നാളെ നമുക്ക് ഒരു എപ്പിസോഡ് നമുക്ക് പറയാം. എന്തായി ഉത്തരം കിട്ടിയാ? യെസ്. ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരി എന്നറിയപ്പെടുന്ന മകൾ. മകളാണ്, മകനല്ല. കുസൃതി ചോദ്യമാണ്. ഇപ്പൊ ഓടി രക്ഷപ്പെട്ട ഷാനവാസേ, ഷഹാന, ഷാനവാസ് പോയാ? ഇല്ല. ആ, നന്നായി. ജും ചിക്കി ചിക്കി ജും ജും ചിക്കി ചിക്കി ജും. പറയട്ടെ ഉത്തരം? ആലോചിക്കണം. ഒരു 30 സെക്കൻഡും കൂടി ആലോചിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ. ആലോചിക്കാം. നന്നായിട്ടാണ്. 2 മിനിറ്റ് അത് അവരുടെ അവകാശമാണ് ആലോചിക്കുക എന്നുള്ളത്. കിട്ടിയോ? ഇല്ല. വീട്ടിലെ നെറ്റ് അത്ര സ്പീഡില്ലെന്ന് തോന്നുന്നു, അതാ കിട്ടാത്ത. ഇപ്പൊ മൊബൈൽ എടുത്തു വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കിട്ടൂല. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്, അങ്ങനെയൊന്നും വരൂല അതിനകത്ത്. ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നേ? വുഡ്ലം പാർക്ക്. അജ്മാനോ? ദുബായ്. ഉത്തരം പ്രതിമകൾ കേട്ടോ. പ്രതിമ കണ്ടിട്ടില്ലേ ഇങ്ങനെ നിൽക്കുന്ന? പ്രതിമകൾ. പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ എന്ന രീതിയിലാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മകനെ 2 ആളുകൾ പരാജയം. ഹലോ ഹലോ, ആരാ? അംജിതയ. ആ, എവിടെയായിരുന്നു? കൊറേ അല്ല കണ്ടിട്ട്. അതെ. സുഖമില്ലാണ്ടായോ? ചെറുതായിട്ട് പനിയൊക്കെ. പനി, ആ ക്ലൈമറ്റ് ചേഞ്ച്. എന്റെ ചുമയും മാറിയിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തുണ്ട് വിശേഷം? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ചാ? 9 മണിയാകുമ്പോഴത്തേക്കും? 7 മണിക്ക് മുന്നേ കഴിക്കും? അങ്ങനെയില്ല, 8 മണിക്ക് മുന്നേ കഴിക്കും.
അപ്പൊ വല്ല പാർട്ടിക്കും പോയാൽ അപ്പൊ തന്നെ പറയാം എനിക്ക് 8 മണിക്ക് മുമ്പ് ഭക്ഷണം വേണം പറയും. ഭക്ഷണം ഉണ്ടാക്കോ? അങ്ങനൊന്നുമില്ല. ആ അപ്പൊ ഒരു ചിട്ടേന്റെ ആവശ്യമില്ലല്ലോ ശരിക്കും. ഓക്കെ, ഏതാ അക്ഷരം? ഇല്ല. ടോണി എൽ. അപ്പൊ എൽ എന്ന അക്ഷരത്തിൽ എന്താ വരുന്നത് നോക്കാം. മക്കളൊക്കെ ഉറങ്ങിയാ? ഇല്ലില്ല, ഇവിടെ ഉണ്ട്. യെസ്, അപ്പോ പാട്ടിന്റെ പാലായി. ഈ സൗണ്ട് വെച്ചിട്ട് പാട്ട് പാടുന്ന കേൾക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? അതെ, ഞാനൊരു വാക്ക് തരും, ആ വാക്കിലുള്ള ഒരു 7 പാട്ട് പാടിയാൽ മതി. ചിലപ്പോ വാക്കായിരിക്കും, ചിലപ്പോ സിറ്റുവേഷൻ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാ തരുന്നത്. ആ സിറ്റുവേഷൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തൊരു സിറ്റുവേഷൻ തരാം. സിമ്പിൾ സിറ്റുവേഷൻ. സ്ത്രീകളുടെ പേര് വരുന്ന പാട്ട് 7 എണ്ണം പാടിയാൽ മതി. സ്ത്രീകളുടെ പേര് വരുന്ന എവിടെയെങ്കിലും വന്നാൽ മതി, സ്ത്രീകളുടെ പേരായിരിക്കണം. ആ പാട്. സ്റ്റാർട്ട് ചെയ്താ? ആ എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. അതൊന്നുമില്ല. ഒരു പാട്ടുണ്ടല്ലേ? ആ പാട്. മീനൂട്ടി. അത് പാട്ടല്ല, പാട്ടായിട്ട് കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും പാട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, പാട്. അതിനകത്ത് വേറെ പാട്ടുണ്ടല്ലോ. ആ എയ്യോട്ടോയിലെ വേറൊരു പാട്ടില്ലേ, അത് അല്ലേ? കണ്ണീരിതന്തേ സന്ധ്യേ. ഓക്കെ, പൂരം രണ്ടാമത്തേതാ? സന്ധ്യക്കെന്തിനു സിന്ദൂരം. സന്ധ്യക്കെന്തിനു സിന്ദൂരം. ഓക്കെ, 2. ആ വേം പാട്. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അതിലെവിടെയാ പെണ്ണിന്റെ പേര്? തുമ്പിയോ? തുമ്പി പെണ്ണേ വാവാ. 4 പാട്ടായി. തുമ്പി എന്ന് പറഞ്ഞ പേരിടുവോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, 4 7 നിർബന്ധമാണ്. നിരഞ്ജൻ ഇവിടെ ഇരിക്കുന്നോണ്ട് നിർബന്ധ. പുള്ളിക്കാരൻ എന്തോ പറഞ്ഞിരുന്നുണ്ടല്ലോ ഇടക്കിടക്ക്. ശ്രമിക്കുന്നുണ്ട് പുള്ളി, നന്നായി ശ്രമിക്കുന്നുണ്ട്. 4 പാട്ടായുള്ളൂ, അതിന് 3. വരുത്തന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്മ ചിലിന്നൊടുക്കം കിട്ടടി തങ്കമ്മേ, ആണിന്റെ മാനം കാക്കണ നാരടി തങ്കമ്മേ. വേമ്പാട് 5. കാക്കക്കുയിലുണ്ട്. ടൈം ഔട്ട്. ദേവി. ആ കഴിഞ്ഞ സമയം കഴിഞ്ഞ് ഇനി പാടണ്ട. സുഖമോ ദേവി എന്നുള്ള പാട്ട് പാടായിരുന്നു. പിന്നെ ഒരുപാട് പാട്ടുകൾ ഉള്ളതാണ് ഇതിനകത്ത്. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം, അതൊക്കെ പാടായിരുന്നു. കുഴപ്പമില്ല, തോറ്റിട്ടുണ്ട്. പക്ഷെ എന്നാലും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമ കാണാനുള്ള ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കുമോ? വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന് പറയുന്ന സിനിമ വിളിക്കുന്ന എല്ലാവരുടെയും പേരാ ഇടുന്നത്, ജയിക്കുന്ന ആളുകൾ മാത്രമല്ല. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പേര് ലക്കി ഡ്രോയിലേക്ക് പോവും. അതിൽ നിന്ന് ഈ പി ലൈവ് നിന്ന് നെറുക്കിട്ടെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടും. 2 പേർക്ക് കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. എന്തായാലും സന്തോഷം. വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ഗെയിം കൊണ്ടുപോകുന്നത്. അതായത് പ്രതിമകൾ എന്നുള്ള കുസൃതി ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്, എന്നിട്ടും കൂടി കിട്ടിയിട്ടില്ല. ഓക്കെ, പക്ഷെ അതൊന്നും അങ്ങനെ ഓർത്തു വെക്കാൻ സാധ്യതയില്ല. പിന്നെ ഇതൊന്നും ഗൂഗിൾ ചെയ്ത് കിട്ടില്ല. ഞാനിത് ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്തും എവിടെയെങ്കിലും പോകുമ്പോഴും എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഇങ്ങനെ കാണുമ്പോഴും ഓരോ ആ ഒരു ഉത്തരത്തിൽ നിന്നാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ റിയലി അങ്ങനെയാണ്. അതായത് ഞാൻ ആദ്യം ഉത്തരം കണ്ടെത്തുന്നത്, ഉത്തരത്തിൽ നിന്നാണ് ചോദ്യം കണ്ടെത്തുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാമ്പിൻ്റെ ചോദ്യം ഞാൻ ചോദിച്ചില്ലേ, ഉലകം ചുറ്റും വാലിബൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഞാനത് ആദ്യം അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്. ഇപ്പം നിങ്ങൾക്കും വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ, ഉത്തരം കിട്ടിയാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇങ്ങനൊരു ചോദ്യം ഉത്തരവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാം. അയച്ചു തന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചോദ്യങ്ങളായിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റും. ചോദ്യ സ്റ്റോക്കൊക്കെ കുറഞ്ഞു തുടങ്ങി, കയ്യിൽ നിന്ന് എത്ര ഇടുന്നത്. അപ്പോൾ ഇനി അക്ഷരങ്ങൾ ബാക്കിയുള്ളത് ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. ഓക്കെ, ഐ, ജെ, കെ ആൻഡ് എം, ഒ, ഇത്രയും അക്ഷരങ്ങൾ ബാക്കിയുണ്ട്. അതായത് ഒരു 4, 2, 6, 7 കോള് മാത്രമേ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ. ഈ 7 കോളുകളിൽ നിന്ന് തന്നെ 7 പേരിൽ 3 പേര് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 4 പേരും പരാജയപ്പെട്ടവരാണ്. അല്ല, 6 കോൾ എടുത്തതിൽ 3-3 നിൽക്കുകയാണ്. 3 പേര് ജയിക്കുകയും 3 പേര് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
കൂടുതൽ ആൾക്കാർ വിജയിക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് ഇപ്പോഴത്തെ നിലവാരം പ്രകാരം 50% വിജയസാധ്യതയുള്ള ഒരു ഗെയിമിലാണ് നിങ്ങളുള്ളത്. ഇന്നത്തെ ദിവസം മാത്രമാണ്, നാളെ നല്ല ടഫായിരിക്കും, നാളത്തെ ദിവസം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വിളിച്ചിട്ട് വേണം ജയിക്കാൻ വേണ്ടി, ശ്രമിക്കാൻ വേണ്ടി. ഇന്ന് ജയിക്കുന്ന ഒരാളിന് നല്ല സമ്മാനമുണ്ട്. എന്തായാലും ജയിക്കുന്ന ആളിന് സമ്മാനമുണ്ട്. ഇപ്പോൾ ഒരാൾ ജയിച്ചു എന്ന് വെച്ചിട്ട് അവരുടെ പേര് നമ്മൾ ലക്കി ഡ്രോയിൽ മറ്റേതിൽ ഇടാണ്ടിരിക്കില്ല കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം അറ്റ് കൊച്ചി ഇൻ കൊച്ചി എന്നുള്ള സിനിമയുടെ ലക്കി ഡ്രോയിലേക്ക് അവരുടെ പേര് ഇതിനകത്തും ഇടും. ആരോ വന്നല്ലോ, ആരാ കാണില്ല, ആവട്ടെ. ഓക്കെ, അടുത്ത ആള് പോയോട്ടെ. ആരോ വന്നിട്ടുണ്ട്. ഹലോ, വന്ന ആള്. ഹലോ ഹലോ, ആരാ? ഞാൻ ഷെഹിനാണ്. ഷെഹിൻ. ഷെഹിൻ? അതെ. എന്ത് ചെയ്യുന്നേ? ഞാൻ പഠിക്കുക. എത്രാം ക്ലാസ്സില്? +1. +1. ഏത് സ്കൂളില്? ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂൾ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തത് KG1 മുതല്? അല്ല, ഞാൻ 2ാം ക്ലാസ് മുതലാ. 2ാം ക്ലാസ് മുതൽ ഇവിടെ വന്നത്? നാട്ടിൽ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്? അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഏതാ അക്ഷരം എടുക്കുക? ഓ എന്ന അക്ഷരം എടുക്കുന്നു. MNO എന്ന അക്ഷരം എടുക്കുന്നു. എവിടെയാണ് താമസം? ദുബായിലാ? ദുബായ്. അപ്പൊ മധുരം മലയാളം മലയാളത്തിൽ മാത്രം സംസാരിക്കുക. റെഡി അല്ലേ? എന്താ സംഭവം? മലയാളത്തിൽ മാത്രം സംസാരിക്കുക. മലയാളത്തിൽ മാത്രം സംസാരിക്കണം. അതെ, വേറെ ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും പറയാൻ പാടില്ല. എന്റെ അടുത്ത് ചോദ്യം ചോദിക്കും. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, അതിനുള്ള ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇംഗ്ലീഷ് ഒന്നും പറയാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ എന്ന് പറഞ്ഞാൽ ഔട്ടാണ്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, തുടങ്ങിയിട്ടില്ല. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറയൂ? എന്റെ വാപ്പ, ഉമ്മ. വാപ്പ എവിടെ വർക്ക് ചെയ്യുന്നേ? ദുബായിലൊരു സ്ഥാപനത്തിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യാ വാപ്പ? അവിടുത്തെ ഒരു എഴുത്ത് ജോലി ചെയ്യുക. എഴുത്ത് ജോലിയോ? ഇപ്പോഴോ? ആരിപ്പോ എഴുത്ത് ജോലി ചെയ്യണ? എല്ലാം കമ്പ്യൂട്ടർ അല്ലേ? എഴുതാലോ? എഴുതാം, പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ചില്ലേ മൊത്തം? അത്ര ഡെവലപ്പ് ആയിട്ടില്ല അല്ലേ? അല്ല, അത്ര ഡെവാന്നൊക്കെ പറഞ്ഞ ഔട്ടാണ്. കുഴപ്പമില്ല, പോട്ടെ. ഏത് അനിയത്തി അനിയനോ അങ്ങനെ ആരൊക്കെ ഉണ്ടോ? അനിയത്തിയും ഇക്കാക്കയുണ്ട്. അനിയത്തിയും ഇക്കാക്കയുണ്ട്. അനിയത്തിയും ഇക്കാക്കയുണ്ട്. ഇക്കാക്ക എന്താ ചെയ്യുന്ന? പഠിക്കാണോ വർക്ക് ചെയ്യാണോ? പഠിക്കുക. എന്താ പഠിക്കുന്ന ഇക്കാക്ക? ബികോം. ബിരുദം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ബികോം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളം അല്ലാതെ കേട്ടോ. ബിരുദം, ബിരുദാനന്തര ബിരുദം. കോളേജിന് പറയേണ്ടത് സർവകലാശാല. എഴുത്തു ജോലി എന്ന് പറയുന്നതിന് പകരം കണക്കപ്പിള്ള എന്ന് പറയാം. അക്കൗണ്ടന്റ് ആണോ വാപ്പ? അപ്പൊ കണക്കപ്പിള്ള എന്ന് പറയും കേട്ടാ. ശരി, എന്തായാലും സന്തോഷം അറിയിക്കുന്നു. ഇപ്പൊ 4-3 നിൽക്കുകയാണ്. ഹലോ, നമസ്കാരം. ആരാ? എന്താ ചെയ്യുന്ന റഫീഖെ? ഷഫീഖ് എന്താ ചെയ്യുന്നേ? ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യും. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അവിടുത്തെ കണക്കൊക്കെ നോക്കുന്നു. അക്കൗണ്ടന്റാ. തുടങ്ങിയിട്ടില്ലല്ലോ, മലയാളത്തിൽ മാത്രം സംസാരിക്കലല്ലോ. എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഏതാ അക്ഷരം എടുക്കുന്നേ? അക്കൗണ്ട്സും അഡ്മിനിസ്ട്രേഷൻ അല്ല. വെരി ഗുഡ്. ഏതാ അക്ഷരം എടുക്കുന്നേ? അക്ഷരം എം എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നു. ഈ അക്കൗണ്ട്സും ഇതെല്ലാം ചെയ്യുന്ന കമ്പനി ഏതാണ്? A1 ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണോ? അതിന്റെ ഒരു പാർട്ട്ണർ. അതിന്റെ ഒരു പാർട്ട്. അപ്പൊ ഇത് തറുതല നമ്പറാണ്. അതായത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പാടില്ല. അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയരഞ്ഞായി എന്ന് പറയില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാവാൻ പാടില്ല. നാളെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ അത് ഉത്തരമാണല്ലോ. നോക്കിയിട്ട് പറയണം, അല്ലെ ഓഫീസിൽ ചോദിക്കണം, അല്ലെ അങ്ങനെയൊക്കെ പറയുന്നത് ഉത്തരമാണ്. അതിപ്പോ അതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മറുപടി വേണം പറയാനായിട്ട്. മഴ പെയ്യാണെന്നോ ഭക്ഷണം കഴിച്ചു എന്നോ എന്തെങ്കിലും. പക്ഷേ ഇതിന്റെ ഇടയിൽ ഞാൻ വല്ല നമ്പറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ 1 എന്ന നമ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരത്തിനകത്ത് എവിടെയെങ്കിലും 2 എന്ന നമ്പർ ഉൾപ്പെടുത്തുക. 1 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 3, 3 എന്ന് പറഞ്ഞാൽ 4. അതിന്റെ നെക്സ്റ്റ് നമ്പർ ഉൾപ്പെടുത്തുക. കാരണം ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഫോൺ മാറ്റി വെച്ചിട്ടേ അങ്ങ് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ? അപ്പൊ ഒരു കാരണവശാലും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാകരുത് കേട്ടാ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഫാമിലി ഇവിടെ ഉണ്ടോ? നാട്ടിലാണോ? അറിയില്ല. അറിയില്ല എന്നുള്ളത് ഒരു ഉത്തരമാണ്. ആരിക്കാ അറിയാ? കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല. ആരിക്കാ അറിയാപ്പോ? കേൾക്കുന്നില്ല. ഈ പറഞ്ഞത് ഒരു ഉത്തരമാണ്. കേൾക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ ഉത്തരമാണ് കേട്ടോ.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ പറയുന്നത്. അത് ആൻസർ ആവരുതെന്നല്ലേ? ആൻസർ ആവരുത്. ഞാൻ ചോദിക്കുമ്പോ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറയുമോന്ന് പറയില്ല. അവള് ചെവി കേൾക്കാത്ത ഒരാളോട് സംസാരിക്കുമ്പോ എങ്ങനെ ഇരിക്കും? എന്ന് പറഞ്ഞ 4 പറയാൻ പറഞ്ഞു. ഏതാ? അല്ല, നമ്പർ പറഞ്ഞാലാണ് അടുത്ത നമ്പർ പറയേണ്ടത്, ചെവി കേൾക്കാത്ത ആളല്ലല്ലോ. ഓക്കെ, ഒന്നും കൂടി ടൈമർ ഇട്ടുതരാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. പറയൂ. ഇപ്പൊ ടൈം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി തെറ്റിക്കരുത്. ഫാമിലി ഇവിടെയാണോ നാട്ടിലാണോ? കോട്ടയം. കോട്ടയത്ത് എവിടെയാ? ദുബായ്. ദുബായില് വർക്ക് ചെയ്യുന്നല്ലേ? ദുബായില് എന്താ ചെയ്യുന്നേ? TV കാണുന്നു. എന്താന്ന്? ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് പോണ്ടേ? ഇന്നലെ എവിടെയും പോണ്ടേ? പുറത്തൊന്നും പോണ്ടേ? ക്രിക്കറ്റ് കളിക്കുന്നു. ആ, ഓക്കെ. രാവിലെ ഒരു 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോവോ? വൈകിട്ട് വരും. മതി. 7 മണി എന്നുള്ളത് കേട്ടില്ലായിരുന്നോ? 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുമെന്ന് ചോദിച്ചതിനകത്ത് അടുത്ത വാക്ക് പറയുന്നതിനകത്ത് ഒരു 8 വരണ്ടേ നമ്പർ? അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പൊ 5-3 കേട്ടോ ഇപ്പൊ നിലവാരം. ഹലോ, ആരാ? ഗായത്രി. ഗായത്രി, എന്താ വിശേഷം? നല്ല വിശേഷം. ഗായത്രി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഗായത്രി ഗായത്രി എന്നുള്ള വാക്കിന്റെ അർത്ഥം നിരഞ്ജ, ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താ? പറയൂ, ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഗായത്രിയുടെ അർത്ഥം എനിക്കറിയില്ല. ഒരു ദേവിയുടെ പേരാണെന്ന് മാത്രം അറിയാം. അത്രേ അറിയുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഗായത്രി, ഗായത്രി എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ആയിക്കോട്ടെ, ഒരക്ഷരം പറയൂ. അക്ഷരം? ആ, മലയാള അക്ഷരം അല്ല, ഈ പിറകിൽ കാണുന്ന അക്ഷരം. ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടില്ല. ഒരു മിനിറ്റ്. ഓക്കെ, BCEFGIJK. ജി. യെസ്, ഇറ്റ്സ് എ ജി. ജി എന്ന അക്ഷരം തിരഞ്ഞെടുക്കുക. ഗായത്രി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഗായത്രി എവിടെ? നാട്ടിലെവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? അയ്യന്തോൾ. അയ്യന്തോളിൽ ആരോ ഉണ്ടല്ലോ. ഞാൻ മുമ്പ് അക്ഷരം ജി. ആ, അയ്യന്തോൾ എന്ന ഗായത്രി തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഹസ്ബൻഡിന്റെ പേരെന്താ? ദീപേഷ്. ആ, സ്റ്റാർ ഇതാണ് കേട്ടോ. സ്റ്റാർ കോമ്പിനേഷൻ ഈസ് എ നിരഞ്ജൻ റൗണ്ട്. ഞാൻ 2 കോമ്പിനേഷൻ പറയും, ഒറ്റൊരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷനിൽ വരുന്ന 7 പാട്ടുകൾ പാടുക. അയ്യോ. അതായത് നമ്മളിപ്പോ മോഹൻലാൽ, MG ശ്രീകുമാർ എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ ഇപ്പൊ രവീന്ദ്ര മാഷ്, MG ശ്രീകുമാർ, അല്ലെ രവീന്ദ്ര മാഷ് മോഹൻലാൽ, മമ്മൂട്ടി, MG ശ്രീകുമാർ, അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പൊ അതിനകത്തുള്ള പാട്ടുകളാണ് പാടേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ഇന്ന് തരുന്നത് മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോഹൻലാൽ ശോഭന കൊടുത്തായിരുന്നു. ഇന്ന് ജയിക്കുന്ന ആൾക്കാർ ജയിക്കട്ടെ, അപ്പൊ കുഴപ്പമില്ല. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ സോങ്സ്. ഒരേ സിനിമയിൽ തന്നെ പാടാൻ പറ്റുമോ? കുറെ പാട്ടുകൾ? 3 പാട്ട് അതിനകത്തുണ്ട്. 3 പാടിക്കോ. അന്ന് കറുത്ത പെണ്ണെ പറയാനല്ലല്ലോ പറഞ്ഞേ. പാടാനാ പറഞ്ഞേ. പാടാനാ പറഞ്ഞേ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. സ്കൂളില് മറ്റേ 1-ാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ, അതേ ഫീല്. ശരിക്കും ആ ഫീലായിരുന്നു. ശരിക്കും പാടണം. പാട്. പിന്നെ മാനം തെളിഞ്ഞേ വന്നാൽ പാട്. മാനം തെളിഞ്ഞേ വന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണം കല്യാണം. വൈശാഖ സന്ധി നിൻചുണ്ടിലെന്തേ. ഞാൻ അവര് അറിഞ്ഞിട്ടുണ്ടല്ലോ. കൊട്ടേഷൻ കൊടുക്കാണ് അവര്. വൈശാഖ സന്ധ്യേ നിൻചുണ്ടിലെന്തേ അരുമ സഹിതൻ അതരകാന്തിയോ. ഓക്കെ, 3 നിരഞ്ജ കേട്ടു പഠിക്കേ. വരികൾ വരവേണ്ട. പിന്നെ അയ്യോ, പണ്ഡിതയാണെന്ന് തോന്നുന്നു. 4ാമത്തെ. ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റേ ഉള്ളൂ. അയ്യോ, നീ ഏതൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഓർമ്മ വരില്ല. മണിച്ചിത്ര അതെ, പൊട്ടിക്ക് തേങ്ങ ഉടക്ക് സ്വാമി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ. പിന്നെ ആ സിനിമയിൽ തന്നെ കോമ്പിനേഷൻ ആണ്. വാലിന്മേൽ പൂവും ആ പാട്ടുണ്ട്. വാലിന്മേൽ പൂവും കോമ്പിനേഷൻ അല്ല.
അയ്യോ. ഇപ്പൊ ഇത്രയും പാടിയത് ഓക്കെയാണ്, കുഴപ്പമില്ല. അടുത്ത അന്തിവയിൽ പൊന്നുരുകും സ്വപ്നവുമായി. എന്താ ഒന്ന് വൺസ് മോർ പ്ലീസ്. അന്തിവയിൽ എന്താണ്? അന്തിവയിൽ അന്തിവയിൽ പൊന്നുയരും. അവിടെയാണ് എന്തോ പ്രശ്നം. ഓക്കെ, അടുത്ത പാട്, കുഴപ്പമില്ല. ഒരു വല്ലം പൊന്നും പൂവും. എന്താ എന്താ? ഒരു വല്ലം പൊന്നും പൂവും. പൂവും 6 പാട്ട്. സമയം കഴിഞ്ഞു 6 പാട്ടില്. അയ്യോ സാരമില്ല, പക്ഷെ ഗംഭീരായിട്ട് മത്സരിച്ചു കേട്ടോ. ആണോ? എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. പെട്ടെന്ന് കിട്ടിയിട്ട് തന്നെ ഇതാണ് അവസ്ഥ. അപ്പൊ കിട്ടിയിട്ട് ഞാൻ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു. അയ്യോ, ആള് പാടുവോ? ആള് പാടും, അത്യാവശ്യം പാടും. അയ്യോ വേണ്ട, പാടിക്കണ്ട. ഇതുപോലെയൊക്കെ തന്നെയല്ലേ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പാടുക. വേറെ പരിപാടിക്കൊന്നും പോയി പാടാൻ നിൽക്കരുത് കേട്ടോ. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ധൈര്യം ചാൾസ് ടോപ്പരാജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും സന്തോഷം. ഞാൻ 2-3 വട്ടം വിളിച്ച് തോറ്റതായിരുന്നു. ഇപ്പോഴും അന്തസ്സായിട്ട് തോക്കാലോ. നമുക്ക് തോക്കുന്നതിന് എന്താ പ്രശ്നം? പക്ഷെ എന്നാലും 6 എണ്ണം പാടിയല്ലോ, അതൊന്ന് സമ്മതം. പിന്നെ 6 എണ്ണം വരെ പാടിയില്ലേ? ഒരെണ്ണത്തിന്റെ അകത്തല്ലേ പ്രശ്നമുണ്ട്. അതെ, ഓക്കെ, സാരമില്ല. എന്താ നിരഞ്ജ പറഞ്ഞേ? ഇനിയിപ്പോ ടിക്കറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഗായത്രി കേട്ടോ. അത് പറയാൻ പറ്റില്ല, കാരണം തോറ്റു കഴിഞ്ഞാലും ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ജയിച്ചാലും തോറ്റാലും നിറക്കിട്ടെടുക്കും. ആണോ? അതിനകത്ത് എന്തായാലും പേര് പോയിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോ ഇന്ന് കിട്ടിയാലോ. അപ്പൊ അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പൊ നോക്കാം. ഓക്കെ, ഗായത്രി ഒന്നൊന്ന് നമ്മുടെ മുഖത്തിന്റെ പേശിയൊക്കെ ഒന്ന് അനങ്ങിയല്ലേ, വല്ലാണ്ടൊന്ന് ചിരിച്ച്. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയൊരു കോളറാണ്. നമ്മളിങ്ങനെ ഈ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് പോയിക്കോട്ടെ. ഹലോ ഹലോ, ആരാ? സൗമ്യ. ഹായ് സൗമ്യ, നമ്മുടെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ. എന്താ വിശേഷം? സുഖമായിട്ട്. ഡ്യൂട്ടി കഴിഞ്ഞോ അതോ ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണ്. നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ വെരി ഗുഡ്. അപ്പൊ ഇത് ഏതാ അക്ഷരം എടുക്കാൻ പറ്റും? ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഇല്ല, IJK ഉണ്ട്. ജെ. സൗമ്യ നാട്ടിലെവിടെയായിരുന്നു? നാട്ടില് ചെങ്ങന്നൂര്. ചെങ്ങന്നൂര്. ഓക്കെ, ചെങ്ങന്നൂര് കാര്യ. ചെങ്ങന്നൂര്. ആക്കാപ്പ സൗമ്യ, ആക്കാപ്പ ഏത് അക്ഷരം എടുക്കുക? കാമതി. താ ഇല്ല, ആ കാപ്പായുള്ളൂ. അപ്പൊ ഏത് വേണം? എന്നോട് ചോദിക്കണേ. പാമതി. പാ എടുത്തോളൂ. റെഡി, ടൈം സ്റ്റാർട്ട് ആവുമ്പോ പാ എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. സൗമ്യ, ഇത് ഡ്യൂട്ടി ടൈം ഒക്കെ എങ്ങനെയാണ് ശരിക്ക്? രാവിലെ മുതൽ അവിടെ വീട്ടില് ഫിഷ് ടാങ്ക് ഉണ്ടല്ലേ? വൈകിട്ട് വരെ. ഫിഷ് ടാങ്കിന്റെ ആ ബബിളിന്റെ സൗണ്ട് കേൾക്കാം. അതിന്റെ അടുത്താണോ ഇരിക്കുന്നേ? ഫിഷ് ടാങ്കിന്റെ അടുത്താണോ ഇരിക്കുന്നത്? കേക്കാലോ നമുക്ക് ശരിക്ക്. കുട്ടി. കുട്ടി. മൊബൈൽ. മൊബൈല് കാണുന്നതാണോ? ഗെയിം കളിക്കാണോ? അല്ല. പിന്നെന്താ ചെയ്യുന്നേ? ഇൻസ്റ്റാഗ്രാമിലാണോ ഇരിക്കുന്നേ? കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ആയി കൊടുത്തോ? എത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടി? കുഞ്ഞു കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആയി കൊടുത്തോ? ഏതാ? കേട്ടില്ല. ഇൻസ്റ്റാഗ്രാമില് സ്റ്റാർ ആണോ കുട്ടി? എന്താ പേര് കുട്ടിയുടെ? പേരെന്താ? നോറ. നോറ എന്നുള്ള പേരിലാണോ ഇൻസ്റ്റാഗ്രാം ID കിടക്കുന്നത്? അപ്പൊ ഞാൻ എന്തായാലും നോക്കട്ടെ പോയിട്ട്. എങ്ങനെയാ? അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? വന്നു. എപ്പൊ പോവാണ്ട് വരാൻ പറ്റുമോ? നമുക്കൊക്കെ പോയിട്ടാകുമ്പോ വരാൻ പറ്റുള്ളൂ. പോയില്ലേ? തിരിച്ചു വന്നു. അതായത് പോയില്ല. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എന്തിലാ വർക്ക് ചെയ്യുന്നേ? പുള്ളിയും തെറാപ്പിസ്റ്റ് ആണോ? അല്ല. പിന്നെന്താ? അഡ്മിന് പേടിയാവുന്നുണ്ടോ പാ പറയൂന്ന് വിചാരിച്ചിട്ട്? അവിടെ വേറെ ആരാ കുറെ ആൾക്കാർ കേക്കാൻ? ആരാ അത്? എന്താ പേര് സുഹൃത്തിന്റെ? സുഹൃത്തിനൊന്നും ഉണ്ടായിരിക്കാൻ പറയും. പേര് പറ. ചീത്തയോ?
ജയിച്ചിട്ടുണ്ടെന്നാലും ആ സുഹൃത്തിന്റെ ചീത്തപ്പേരൊന്ന് കേൾക്കാൻ പറ്റുമോ? അനൂപ്. അനൂപോ? അനൂപ്. അനൂപ്. ആ അനൂപ് അത്ര ചീത്തയാ? അല്ല, അതൊരു പാവുണ്ടല്ലോ. ഓ അങ്ങനെ. ഓക്കെ, സന്തോഷം. എന്തായാലും ജയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. UBL ബിസിനസ് സബ്മിറ്റ് സീസൺ 3, അതായത് ബിസിനസ് സബ്മിറ്റ് ചാപ്റ്റർ 3 നടക്കുന്നത് 29-ാം തീയതിയാണ്. നിങ്ങൾക്ക് അതിന് അവിടത്തേക്കുള്ള ടിക്കറ്റ്സ് എടുക്കാനായിട്ട് ഈ QR കോഡിൽ, താഴെ കാണുന്ന ഈ QR കോഡ്, ഈ സ്ക്രോൾ പോകുന്ന സമയത്ത് കാണുന്ന ഈ QR കോഡിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ എടുത്തൊന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ 6:30 തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിനസ് സബ്മിറ്റിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ഇത് 29-ാം തീയതിയാണ്. നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ എനിക്ക് ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയണം, അല്ലെ മറ്റു കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ടാൽറോപ്പാണ് ഇത് സംഘടിപ്പിക്കുന്നത്. UBL ബിസിനസ് സബ്മിറ്റ് ചാപ്റ്റർ 3. ഹലോ, നമുക്കൊരു ചെറിയ ബ്രേക്ക് പോകാൻ സമയം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നാളെ കാണുന്നവരേക്കും ഞാൻ ഇപ്പോൾ ഒരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് നെറുക്കിട്ടെടുത്തിട്ട് 2 ടിക്കറ്റാണ് എനിക്ക് നെറുക്കിട്ടെടുക്കാനുള്ളത്. ഒരു 2 ടിക്കറ്റ് തരാനുള്ളത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമേൻ്റെയും, രണ്ടാമത്തെ ഒരു ടിക്കറ്റ് എനിക്ക് തരാനുള്ളത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകാനുള്ള എൻട്രി ടിക്കറ്റുമാണ് സമ്മാനമായിട്ട് തരാനുള്ളത്. ബാക്കി വിജയിച്ച ആൾക്കാരെല്ലാം നേരിട്ട് വിളിക്കുക 800-825-825. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.